ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വൈകുന്നേര ദിവസത്തെ ഒരു വൈബ്. കാരണം ഇന്ന് ഒരു വൈകുന്നേര ടൈമാണ്. അപ്പോൾ അന്ന് നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പം നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് ഹല്ലേന് ശരീക്കത്തിൽ അല്ലൂദ് എന്ന സ്ഥലത്താണ്. ഇവിടെ എന്ന് വെച്ചാൽ വലിയൊരു സിറ്റി ഏരിയ ഒന്നുമല്ല, നല്ലൊരു ലേബർ ഫാമിലി ആ ഒരു ടൈപ്പ് ഏരിയ ആണ്. ലേബേഴ്സും ഉണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനത്തെ ഒരു ചെറിയൊരു ഏരിയ ആണ്, കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ പുറത്തുള്ളൊരു ആവറേജ് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും കൂടിക്കൊള്ളി. ഇവിടെ പുറത്തത്തെ ഒരു കാഴ്ചകളാണിത്. വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തടുത്ത് കുറച്ച് ലേബർ ക്യാമ്പുകളും ഷോപ്പുകളും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഒരു 2.5 വർഷം മുമ്പ് ഞാനിവിടെ വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ അത്ര ഡെവലപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റായി. ഞാൻ വന്നൊരു 2 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം നമുക്ക് ഫസ്റ്റ് തൊട്ട് വന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, പുറത്തെ അവസ്ഥകളൊന്നും. അങ്ങനെ നമ്മൾ 2 മാസത്തിന് ശേഷം പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ഈ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ഏരിയയിലൊക്കെ വരുന്നത്. ഇന്നത്തെ ദിവസം അപ്പം കുറേ മാറ്റങ്ങൾ ഈ ഒരു ഏരിയക്ക്, ഞാൻ നിൽക്കുന്ന ഏരിയ കുറച്ച് കുഴപ്പമില്ല, അപ്പം ഈ ഒരു ഏരിയക്ക് കുഴപ്പമില്ലാത്ത ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ച് ഷോപ്പും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലേബർ ക്യാമ്പുകൾ കുറച്ച് കൂടിയിരിക്കുന്നു ഇവിടെ. അതേപോലെ ഫാമിലീസൊക്കെ കുറച്ച് കൂടി വന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ. ഞാൻ ഫസ്റ്റ് വന്ന് ഇതിൽ നടന്ന സമയത്ത് രാവിലെ സമയത്താണ്. ഈ ഒരു മരം കണ്ടില്ലേ, ഇതിൻ്റെ ചോട്ടിലാണ് ഞാൻ കുറച്ച് രാവിലെ ഇരുന്ന്, കാരണം ആദ്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ട്രൈ ചെയ്തൊരു ഏരിയ ഇതാട്ടോ. അവിടെ ഓർമ്മകളുള്ളൊരു ഏരിയ കൂടിയാണ് ഈ ഒരു ഏരിയ. ഞാൻ നിൽക്കുന്ന ഷോപ്പിൻ്റെ അവിടെ നിന്നൊരു 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇത്. അത്രയും നടന്നിട്ടൊക്കെ ഞാനിങ്ങനെ രസമായിട്ട് ഇങ്ങനെ വരലും കേട്ടൊക്കെ. ഈ ഏരിയയിലൊക്കെ പറഞ്ഞാൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടിയും കാര്യങ്ങളൊക്കെ നന്നാക്കുന്ന ഷോപ്പുകളും ഭയങ്കര രസമായിട്ടുള്ള ഏരിയ ആണ്. ഈ ഏരിയയിലാണെങ്കിലും അതേപോലെ കുഴപ്പമില്ലാത്ത ക്യാമ്പുകളും മറ്റൊക്കെ ഉണ്ട്, ഓഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലുണ്ട്. ആഫ്രിക്കൻ ടീമാണ് തോന്നുന്നത്, അവർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. ഇവരൊരു എൻ്റർടൈൻമെൻ്റ് ആട്ടത്. അവിടെ നിന്നിട്ട് ഫുട്ബോൾ കളിക്കുക, നല്ല പ്ലേയേഴ്സ് ആട്ടോ, അടിപൊളിയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. വൈകുന്നേര സമയങ്ങളിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് കളികളാണ്. ഇവിടെ ഒന്നും കാണാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ് വൈകുന്നേര സമയത്ത്. ഇവർ ഫുട്ബോൾ കളിക്കുക, ഫുൾ ഗ്യാങ്, ആഫ്രിക്കൻ ഗ്യാങ്, എല്ലാ പ്ലേയേഴ്സുമാണ്. നമ്മുടെ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് രസമാട്ടോ. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഭയങ്കര രസമാണ്. കുറേ ആളുകളൊക്കെ ഇറങ്ങി ചായ കുടിക്കാനും സലൂണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഓരോ റോഡിൻ്റെ പേരുകളാണതൊക്കെ. ഞാനൊരു 2.5 വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ അത്ര ഡെവലപ്പൊന്നും ഇല്ലെങ്കിലും ഇപ്പം ഏകദേശം സംഭവമൊക്കെയാണ്, അടിപൊളിയാണ്. ഏരിയകളൊക്കെ ഒന്നുകൂടി ഷെയറായിട്ടുണ്ട്. നമ്മൾ വീഡിയോകളൊക്കെ കാണാറില്ല ഓരോ ആളുകൾ പറയുന്നത്, അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ വരുമ്പം നാട്ടിലെ ആൾ വിചാരിക്കും വലിയ വലിയ ബിൽഡിങ്ങുകൾ, മറ്റു ഏരിയകൾ, അങ്ങനെയൊക്കെ വിചാരിക്കും, ദുബായ് മറ്റേത് മറിച്ചത് എന്നൊക്കെ. പക്ഷേ നമ്മൾ ശരിക്കും ഈ പ്രവാസിയാകുമ്പോൾ ജീവിക്കേണ്ടത് ഇതേപോലെ ലേബർ ഏരിയകളിലൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് ആളുകളുടെ ജീവിതം എന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റുന്നത് ഇതേപോലത്തെ ലേബർ ഏരിയകളിൽ നിന്നൊക്കെ ആയിരിക്കും. കാരണം ചെറിയ തുച്ഛമായ പൈസകൾക്ക് പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയകളിലൊക്കെ. അപ്പം ആ ഒരു ജീവിതമൊക്കെ കാണണമെങ്കിൽ ഇതുപോലത്തെ ലേബർ ഏരിയകളിൽ നമ്മൾ ജീവിക്കണം. ജീവിതം എന്താണ്, പ്രവാസ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിലൊക്കെ. ഇതിനുള്ള ഒരുപാട് ആളുകൾ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണല്ലോ പ്രവാസിയാണത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാവും. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഈ ഒരു ഏരിയകളൊന്നും ഇത്ര പരിചയമില്ല. ഞാൻ ഇവിടെ ചെന്നാൽ എവിടെ പോയാലും വഴി തെറ്റും. ഒരു 2.5 വർഷത്തിന് ശേഷം നമുക്ക് ഓക്കെയാണ്. ഈ ഏരിയകളൊക്കെ നമുക്ക് ഒരു വിധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏരിയയൊക്കെയാണ്. കുറേ റൗണ്ട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോസസ് നമുക്ക് എത്ര ഒരു സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും. അതിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ, റൂട്ടുകളൊക്കെ അടിപൊളി റൂട്ടാണ്. ഭയങ്കര രസമായിട്ടുള്ള കുറേ ഷോപ്പുകളും മറ്റൊക്കെ ഉണ്ട്. നമ്മളെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു, സൺസെറ്റ്. ഉദിച്ച് വരല്ല, സൂര്യ പോയി ഉദിച്ച് നിറമതിന് പോയി. വൈകുന്നേര സമയമാണ്, വൈകുന്നേരത്തെ ഒരു വൈബ് കാരണം പറഞ്ഞത്. പിന്നെ ഞാനിവിടെ വായിച്ച സംഭവമാണ്, ജീവിതത്തിൽ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും കുടുംബത്തിന് സന്തോഷങ്ങളൊക്കെ തേടി വരുന്ന പ്രവാസികൾക്ക് ഏതൊരു ലേബർ ക്യാമ്പിൽ അല്ലെങ്കിൽ ഏതൊരു പണിയെടുക്കാനും സന്നദ്ധമായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു ഏരിയ ഒരു പ്രശ്നമല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ നമ്മൾ ഉപമിക്കല്ലേ നമ്മളെ പറ്റി. ബംഗാളികളായാലും പാകിസ്ഥാനികളായാലും അവർ ഏത് മുക്കിൽ പോയാലും എങ്ങനെയും ജീവിക്കും. അവർ വരുന്ന പൈസ ഉണ്ടാക്കാനാണ്. നമ്മൾ ഏരിയയിലെ റോഡൊക്കെ അടിപൊളിയാട്ടോ, രക്ഷയില്ലാത്ത റോഡും കാര്യങ്ങളൊക്കെ.
ഒരു ഈവനിങ് ഏരിയൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ജോലിയും കഴിഞ്ഞ് സാധനം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു വിനോദത്തിന് നടക്കാൻ ഇറങ്ങലും ഒരു രസമാണ്. അപ്പോൾ ഇത്ര കൂടെ നമ്മളെ വീഡിയോ ഇതേ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ വൈകുന്നേര സമയത്ത് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഇവിടുത്തെ ചെറിയ രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഇതൊന്നും നല്ലത്തെ കാഴ്ചകൾ കേട്ടോ. വൈകുന്നേര സമയത്ത് ചെറിയൊരു കാഴ്ചകൾ നിങ്ങൾ കാണിച്ചെന്നുള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.